ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോണ യാത്ര പോത്തുണ്ടി ഡാമാണ് അവിടെ. ആ പോത്തുണ്ടി ഡാം കാണാൻ പോണ വഴിക്ക് തന്നെ നമ്മൾ കുതിരാൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടി നമ്മൾ നിർത്തിയതാണ്. അപ്പോൾ കുതിരാൻ്റെ ടണലിൻ്റെ സൈഡിലൂടെ കുറച്ച് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്, ചെറിയൊരു വാട്ടർഫോൾസ് പോലെ. പക്ഷേ സംഭവം അടിപൊളിയാണ്. അവിടെ ചില ആൾക്കാരെ കുളിക്കുന്നുണ്ടായിരുന്നു. നല്ലൊരു പരിപാടിയായിരുന്നു, നല്ല രസമുണ്ട് കാണാൻ. അപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാനവിടെ നിർത്തിയതാണ്. ഇപ്പം നല്ല പച്ചപ്പ്, മഴയുള്ള കാരണം നല്ല പച്ചപ്പോടെ നല്ല രസമുണ്ട് കാണാൻ, കുതിര കാണാൻ അടിപൊളി. അപ്പം നമ്മളിവിടെ വരെ എത്തിച്ചിരിക്കുന്നത് നമുക്ക് നമ്മുടെ കുതിരാൻ്റെ പഴയ ടെമ്പിൾ കൂടി കാണാൻ പോവാം. അപ്പോൾ ശാസ്താവിൻ്റെ ടെമ്പിൾ കൂടി കണ്ടിട്ട് പോകാം, കുതിരാൻ ടെമ്പിൾ. ഓക്കെ, അപ്പോൾ ഇന്ന് 1-ാം തീയതിയാണ്. ചിങ്ങം 1-ാം തീയതി ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഊട്ടും കാര്യങ്ങളും, പ്രത്യേകിച്ച് പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ നിന്ന് കുറച്ച് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ആരും ഉണ്ടാവാറില്ല. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇവിടെ ഡെയിലി ഊട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് തൊഴുത് കഴിഞ്ഞാൽ 11 മണിക്ക് ഇവിടെ ഊട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ വടക്കാഞ്ചേരി കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയപ്പോഴാണ് കണ്ടത് നമ്മളൊരു നല്ലൊരു കുതിരക്കൊട്ടപ്പനെ. അവനെ പിടിക്കാൻ ഞങ്ങൾ കുറേ നോക്കി, കിട്ടിയില്ല. പിന്നെ അറ്റ്ലാസ് നമ്മളവിടുത്തെ പാടം, അവിടെ അത്യാവശ്യം നല്ല സീനറി കാര്യങ്ങളൊക്കെയാണല്ലോ, വടക്കാഞ്ചേരി തൊട്ട് നെന്മാറ അങ്ങനെയൊക്കെ. അപ്പോൾ അവിടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല അടിപൊളി സീനറി കണ്ടാൽ തന്നെ. അങ്ങനെ നമ്മൾ പോത്തുണ്ടി ഡാമിലെത്തി. അവിടെ ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു ടിക്കറ്റിന് ഒരാൾക്ക് 20 രൂപയാണ്. അങ്ങനെ ഞാൻ 2 ടിക്കറ്റ് എടുത്തു. എൻ്റെ ശ്രദ്ധയിൽ ഒരു കാര്യം വേണ്ടത്, ഇവിടെ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും പിന്നെ 60 വയസ്സ് തൊട്ടുള്ള വലിയവർക്കും ഇവിടെ ടിക്കറ്റിന് പൈസ വേണ്ട. ഓക്കെ, പോത്തുണ്ടി ഡാമിൻ്റെ ഗേറ്റ് കടന്ന് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അടിപൊളി ഗാർഡനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്ക് ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് സാധനങ്ങൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
പോത്തുണ്ടി ഡാമിൻ്റെ മുകളിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് നിങ്ങൾക്കറിയോ? വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, നമ്മുടെ ഈ മലകൾ കാണുന്ന മലകളൊക്കെ ഒരു കുറച്ച് കഴിയുമ്പോൾ തന്നെ മാഞ്ഞിപ്പോവും. അതായത് ഇവിടുത്തെ കോടമഞ്ഞ് കൊണ്ട് മൂടിപ്പോകുന്നതാണ് ഇവിടുത്തെ മലകൾ കംപ്ലീറ്റ്. നമുക്ക് ഈ വെള്ളം മാത്രമേ ജസ്റ്റ് ഒന്ന് കാണാൻ മാത്രമേ പറ്റുള്ളൂ. ഈ ചുറ്റുള്ള മലകളൊന്നും കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രതിഭാസത്തോടെ ഇവിടുത്തെ പ്രപഞ്ചം നമുക്ക് വേണ്ടിയിട്ട് കാഴ്ചയൊരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് ആർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ വരുന്നവരൊക്കെ ജസ്റ്റ് ഒന്ന് കാണും, അങ്ങനെ ഡാമൊക്കെ ഉണ്ട്, അപ്പം ഇറങ്ങിപ്പോവും. പക്ഷേ ഇവിടുത്തെ വേറെ പ്രത്യേകത, വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ മലകളൊന്നും ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളോട്, കുറച്ച് കഴിയുമ്പോൾ ഇവിടെ കോടമഞ്ഞോണ്ട് ഈ മലകളൊന്നും കാണില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ മലകളൊക്കെ കംപ്ലീറ്റ് മൂടിപ്പോകും. ഇപ്പം നമ്മൾ നേരത്തെ കാണിച്ച പോലെ നേരത്തെ എങ്ങനെയായിരുന്നു, കംപ്ലീറ്റ് മലകൾ കണ്ടായിരുന്നില്ല നിങ്ങൾ? ഇപ്പം കണ്ടില്ലല്ലോ. സുഹൃത്തുക്കളെ, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മൾ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.